സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്നത് ട്രംപിന്റെ ഒരു വലിയ സ്വപ്നമാണ്. ഒബാമയ്ക്ക് കിട്ടി, തനിക്കും അത് വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം മനസ്സിലാക്കി തന്നെയാണ് അസീം മുനീർ, പാകിസ്ഥാന്റെ മിലിറ്ററി ഹെഡ്, അമേരിക്കയിൽ പോയപ്പോൾ ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നതിനെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞത്. അത് വെറുമൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല എന്നും ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ഒരു നിലപാടായിട്ട് മാറിയിരിക്കുന്നു എന്നും വ്യക്തമാവുകയാണ്. അതായത് അസീം മുനീർ തിരിച്ചു പോകുന്നതിന് ശേഷം ഇപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് 2026 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകുന്നതിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ പേര് അവർ പിന്താങ്ങിയിരിക്കുകയാണ്. സോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പാകിസ്ഥാൻ കളിച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രംപിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. മാത്രമല്ല പാകിസ്ഥാനെ മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരു മണ്ടനാണ്, ഒരു പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഒരു അമ്മാവനാണ് എന്ന കാര്യം പാകിസ്ഥാനിലേക്ക് മനസ്സിലായി. നമ്മള് ഇത് ആദ്യം മനസ്സിലാക്കിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിനെ ഒരു വലിയ 50,000-ലധികം പേരെ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒന്നിച്ച് ട്രംപിന്റെ കൈ പിടിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ട്രംപിന് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് ആദ്യം പാത്രത്തിൽ വിളമ്പിക്കൊടുത്ത ആൾ മോദിയാണ്. ട്രംപ് ഒരു പൊങ്ങച്ചക്കാരനാണ്. ട്രംപിന് കുറെ ആളുകളുടെ കയ്യടിയും കുറെ പുകഴ്ത്തലുകളും കേട്ടാൽ അദ്ദേഹം പുളകിതനാകുന്ന സമയത്ത് അദ്ദേഹം എന്ത് കരാറും ഉണ്ടാക്കും, എന്തിനും തയ്യാറാകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഇത് മനസ്സിലാക്കി തന്നെ ആകണം ഇന്ത്യ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ആദ്യത്തെ ടേമിൽ ട്രംപിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ഈ രണ്ടാമത്തെ ടേമിൽ എത്തുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോളിസികൾ, അത് ആദ്യത്തെ ടേമിലാണെങ്കിലും ഇന്ത്യക്ക് എതിരായിരുന്നു കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് ഉണ്ടായ സമയത്ത് ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ 2017 ടു 2021 വരെയുള്ള കാലയളവിൽ, അന്ന് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ ട്രംപ് പറഞ്ഞു, എനിക്ക് രണ്ടു കൂട്ടരോടും നല്ല നല്ല അടുപ്പമുണ്ട്, ഞാൻ വേണമെങ്കിൽ ഇടപെടാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ പാകിസ്ഥാനോട് ചില വിഷയങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് അന്ന് പാകിസ്ഥാനെ ട്രംപ് തള്ളിക്കളയുകയോ പൂർണ്ണമായും മാറ്റിയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കയുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ പാകിസ്ഥാന് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു തീവ്രവാദ ബന്ധമാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ട്രംപിന്റെ ആദ്യത്തെ ടേമിലെ ട്രംപിന്റെ പോളിസീസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യയുടെ GSPയിൽ നിന്ന് വിഡ്രോ ചെയ്തു. അത് 2019 സംഭവിച്ചത്. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡ് ബെനിഫിറ്റിൽ നിന്ന്, നമുക്ക് കിട്ടിയിരുന്ന ഒരു ട്രേഡ് ബെനിഫിറ്റിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇന്ത്യയുടെ GSP സിസ്റ്റത്തിൽ നിന്ന് അവർ പിന്മാറുന്നു. അതിലൂടെ നമുക്ക് ഏകദേശം 5.6 ബില്യൺ വാല്യൂ വർത്തുള്ള എക്സ്പോർട്സിനെയാണ് അത് അഫക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ ഹൈ താരിഫ് ചുമത്തുന്ന രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹാർലി ഡാവിഡ്സൺ ബൈക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ സമയത്ത് 2019 ട്രംപ് ഇന്ത്യയെ വിമർശിക്കുന്നത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. ഇത് കാരണമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ് ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ യാഥാർത്ഥ്യമാകാതെ പോയത്. ഇനി ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് H1B വിസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. H1B വിസയുമായി ബന്ധപ്പെട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് ട്രംപിന്റെ ഭരണകൂടം ചുമത്തിയത്. അത് കാരണം ഇന്ത്യയുടെ IT പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഒക്കെ അമേരിക്കയിലേക്ക് പോവുക എന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇറാന് മേൽ അമേരിക്ക സാങ്ഷൻസ് ചുമത്തുന്നത് ട്രംപിന്റെ കാലത്താണ്. ഇത് വളരെയധികം ഇന്ത്യ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഭയങ്കരമായ പ്രഷർ ചെലുത്തിക്കൊണ്ടുള്ള ഇറാനെതിരായിട്ടുള്ള നടപടികൾ കാരണം ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പോലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ട്രംപ് കാരണമാണ് ഇന്ത്യക്ക് അത്തരം ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. ആദ്യത്തെ ടേമിൽ തന്നെ ട്രംപ് ഈ കാശ്മീർ വിഷയത്തിൽ ഇടപെടാം, മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞു വന്നു. അപ്പോഴൊക്കെ ഇന്ത്യ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ തന്നെയാണ് കേട്ടോ ട്രംപ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം 2017 വന്നതിന് ശേഷം പലപ്പോഴും ഈ ഒരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായിട്ട് വന്നതാണ്, ഇന്ത്യ ചൈന പ്രശ്നത്തിൽ പോലും. പക്ഷെ ട്രംപ് ഇന്ത്യക്കെതിരെ അങ്ങനെ ഭയങ്കരമായ കടുത്ത നടപടികളൊന്നും എടുത്തില്ല. നമ്മൾ S-400 വാങ്ങിയപ്പോൾ ഇന്ത്യയെ ഉപരോധത്തിൽപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ 370 അനുച്ഛേദം എടുത്തു മാറ്റിയപ്പോൾ നമുക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ട്രംപ് നമുക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ പൊതുവെ ഇന്ത്യക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ അങ്ങനെ മോശമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമെങ്കിലും കർശനമായ നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ട്രംപിനെ പൊതുവെ ഇന്ത്യക്കാർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇത്തവണ ട്രംപിന്റെ ഈ അഹങ്കാരം, ഹുങ്ക്, അമേരിക്കക്കാരനെന്നുള്ള ധാർഷ്ട്യം, ഇതൊന്നും ആർക്കും പൊതുവെ തുടക്കത്തിലേ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ട് ട്രംപിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളും ഇടപെടലുകളും ഒക്കെ ഇന്ത്യക്കാർക്ക് തീരെ ഇഷ്ടപ്പെടാത്തതായിട്ട് വന്നു. അങ്ങനെയാണ് ഇന്ത്യ അമേരിക്കയോടും ട്രംപിനോടും ഒരു ചെറിയ ഒരു അകലം പാലിക്കാൻ തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു അകലം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ ഈ അവസരത്തിൽ പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നൈസായിട്ട് പുകഴ്ത്തി പറഞ്ഞും ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തുമൊക്കെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം ഈ അമേരിക്കയിൽ നിന്നുള്ള ഫണ്ടാണ് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ജീവശ്വാസമായിരുന്നത്. ആ ഫണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകും പാകിസ്ഥാൻ പട്ടാളം. അപ്പൊ അതുകൊണ്ട് ട്രംപിനെ വേണമെങ്കിൽ സോപ്പിട്ട് കുളിപ്പിച്ചായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഇനി എണ്ണത്തോണിയിലിട്ട് ഉരുട്ടിയിട്ടായാലും വേണ്ടില്ല, ഏത് വിധേനയാണെങ്കിലും ട്രംപിനെ ഒന്ന് സുഖിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നത് തങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ ആ സുഖിപ്പിക്കലിന് തുടങ്ങുന്നത്. അതായത് ട്രംപിന് ഇപ്പോൾ ആ നോബൽ സമ്മാനം കൊടുക്കണം എന്നതുവരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. പാകിസ്ഥാൻ പിന്നെ നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ടാവും. കാരണം ഇന്ത്യയുടെ ആക്രമണം അത്രത്തോളം ഉണ്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ അടിച്ചൊതുക്കി കളഞ്ഞാണ് ഇന്ത്യ. അപ്പം ആ സമയത്ത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ട്രംപ് ഒരു കാരണമായിട്ടുണ്ട്. പാകിസ്ഥാൻ നേരിട്ട് വിളിച്ചാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്, പരാജയം സമ്മതിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും പാകിസ്ഥാനിലെ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ മിലിറ്ററിയെയും പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും ഒക്കെ അവർ കത്തിച്ചു കളയും. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് നൈസായിട്ട് ട്രംപ് കാരണമാണ് യുദ്ധം നിർത്തിയത് എന്ന ഒരു കഥയുണ്ടാക്കി. അതിന് ട്രംപിന് സന്തോഷമായിരുന്നു. കാരണം ക്രെഡിറ്റ് തട്ടാൻ നടക്കുന്ന ട്രംപ് എല്ലാത്തിനും പുറകിൽ താനാണ്, താൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഈ അവസരം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇനിയിപ്പോൾ അമേരിക്കയിലും ചില ചെറിയ പ്രാദേശിക തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവല്ലേ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകളുടെ മുമ്പിൽ പറഞ്ഞ് മേനി നടിക്കാൻ വേണ്ടി ഞാനാണ് ആണവ യുദ്ധം തടഞ്ഞത്, ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞത്, ഇതാ കണ്ടില്ലേ പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പായം എടുത്ത് ട്രംപ് ഇട്ടതാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ കുപ്പായം. എന്തായാലും പാകിസ്ഥാനും അത് ആവശ്യമായിരുന്നു. കാരണം ഇന്ത്യയോട് തങ്ങൾ തോറ്റതല്ല എന്നും, അല്ലെങ്കിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് യുദ്ധം നിർത്തിയതല്ല എന്നും, അമേരിക്ക ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്നും ജനങ്ങളോട് പറയാൻ ഒരു കാരണമായല്ലോ പാകിസ്ഥാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളെ രക്ഷിച്ച, അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങളുടെ അടിയിൽ നിന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ ചവിട്ടിക്കൂട്ടുന്നതിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. $100 കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസീം മുനീർ പേരിന്റെ കൂടെ സർനെയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് വരെ ചേർത്ത് കളയും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ നിവർത്തികേട് കൊണ്ട് അവര് ട്രംപിനെ സുഖിപ്പിക്കുന്നു. അമേരിക്കയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന് പാകിസ്ഥാനെ പോലെ ഒരു തീവ്രവാദ രാഷ്ട്രത്തിന്റെ ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം മറ്റെന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ചു. ട്രംപിനെ നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് പറഞ്ഞ് ട്രംപിന്റെ പേര് ഉയർത്തി കാണിക്കുന്നത് പാകിസ്ഥാനാണ്. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ്. വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു രാജ്യം പറഞ്ഞാലും വേണ്ടില്ല. ഇപ്പോൾ UAE-യോ സൗദിയോ അല്ലെങ്കിൽ വല്ല യൂറോപ്യൻ രാജ്യമോ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളോ ഏതെങ്കിലും രാജ്യങ്ങൾ പറഞ്ഞാലും വേണ്ടില്ല. ഇത് പറയുന്നത് സാക്ഷാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫാണ് ആദ്യം പറഞ്ഞത്. തീവ്രവാദികളുടെ സഹായത്തോടെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ പ്രസിഡന്റായിട്ട് മാറാനാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. പക്ഷേ വിവരവും ബോധവുമുള്ള ഈ സമ്മാനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ട്രംപിന് ഇത് വച്ച് നീട്ടാനുള്ള സാധ്യതയൊന്നും കാണുന്നുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.